ഞാൻ നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ കഥ പറഞ്ഞു തരട്ടെ. ഇത് അവളുടെ ക്ഷേത്രമാണ്. തൻ്റെ പ്രതികാരാഗ്നിയിൽ പാണ്ഡ്യരാജവംശത്തിൻ്റെ തലസ്ഥാന നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥ. ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്ത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിലെ കൊടും കാട്ടിലാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജീപ്പുകൾ മാത്രം കടന്നു പോകുന്ന കാനനപാതയിലൂടെ സഞ്ചരിച്ച് ആനയും കടുവയും കാട്ടുപോത്തുമെല്ലാം വിഹരിക്കുന്ന മലമുകളിലെത്തിയാൽ നിങ്ങൾക്ക് അമ്മയെ കാണാം. പക്ഷേ വർഷത്തിലൊരിക്കൽ മേടമാസത്തിലെ ചിത്രപൗർണമി ദിവസത്തിൽ മാത്രമേ പൊതുജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമുള്ളൂ. മധുരാ നഗരം ചുട്ടരിച്ച് ചേരനാട്ടിലേക്ക് യാത്രയായ കണ്ണകി ഈ മലമുകളിലെ വേങ്ങമരച്ചുവട്ടിൽ വെച്ചാണ് സ്വർഗാരോഹണം നടത്തിയതെന്ന് കരുതപ്പെടുന്നു. ഇതറിഞ്ഞ അന്നത്തെ ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവനാണ് കണ്ണകിക്ക് വേണ്ടി ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഏതാണ്ട് 1600 വർഷം പഴക്കമുണ്ട് ഈ സംഘകാല നിർമ്മിതിക്ക്. തകർന്നടിഞ്ഞ ഈ വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും നോക്കൂ. സമ്പൽ സമൃദ്ധമായൊരു ഭൂതകാലം നിങ്ങൾക്ക് കാണാനാകുന്നില്ലേ? ഒപ്പം രക്തരൂഷിതമായൊരു ചരിത്രവും. സമയമായി ഇനി മലയിറക്കം. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കി. മംഗളാദേവിയെ കാണാൻ മാത്രമല്ല, ഈ മലമടക്കുകളിൽ എവിടെയോ അവനുണ്ട്, നമ്മുടെ അരിക്കൊമ്പൻ. അതിമനോഹരമായ ഗതകാലത്തിൻ്റെ സകല പ്രൗഢിയിലും വാർത്ത ശ്രീകോവിലിനുള്ളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാലം അമ്മയ്ക്കുണ്ടാവും. അന്ന് നിന്നെ കാണാൻ ഞാൻ വീണ്ടും വരുമെന്ന് മംഗളാദേവിയോട് പറയുമ്പോൾ എന്തിനെന്നറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാറ്റും മഴയും വെയിലും കൊള്ളാൻ കണ്ണകിയെ അവിടെ വിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു.